അറിയാനുണ്ട്. ഞാൻ എന്താണെന്ന് പറഞ്ഞു, ഞാൻ ആത്മാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയോ? അതോ കേട്ടതേ ഉള്ളോ? ചിന്തിച്ചു നോക്കണം. അപ്പൊ ഞാൻ ആത്മാവാണ്. ഇനി എന്നെക്കുറിച്ച് കൂടുതൽ നമുക്കറിയണം. അതായത് ആത്മാവായ എനിക്ക്, ഇപ്പൊ ശരീരത്തിന് പഞ്ചേന്ദ്രിയങ്ങളുണ്ട്. ഇതേപോലെ ആത്മാവായ എനിക്ക്, അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കണേ. അല്ല, ആത്മാവ് വേറൊന്നല്ല. ആത്മാവിനെന്ന് പറയുമ്പോൾ ആത്മാവ് വേറൊന്നാണ് നമ്മൾ ചിന്തിക്കും. ഞാനാണ് ആത്മാവ്. ആത്മാവായ എനിക്ക് 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട്. ആത്മാവേ സൂക്ഷ്മമാണ്, ഞാനേ സൂക്ഷ്മമാണ്. എനിക്ക് 3 സൂക്ഷ്മ ഇന്ദ്രിയങ്ങളുണ്ട്. അതിലൊന്നാണ് മനസ്സ്. മനസ്സിനെ എന്തിനുപയോഗിക്കുന്നു? ഇപ്പൊ കണ്ണ് കാണാൻ എന്നെ സഹായിക്കുന്നു, കാത് കേൾക്കാൻ സഹായിക്കുന്നു. ഇതേപോലെ മനസ്സ് നമ്മളെ സഹായിക്കുന്നു ഒരു കർമ്മം ചെയ്യാൻ, ചിന്തിക്കാൻ. മനസ്സിനൊറ്റ ജോലിയേ ഉള്ളൂ, ചിന്തിക്കുക എന്നുള്ളൊരു ജോലി. ഇനി അടുത്തയാളാണ്. ഒന്നാമത്തത് മനസ്സാണ്. 2 ബുദ്ധി. ബുദ്ധിക്ക് പല ജോലികളുണ്ട്. തീരുമാനമെടുക്കുക എന്നൊരു ജോലി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ദിവസവും നമ്മൾ എത്രയോ പ്രാവശ്യം ഏതെല്ലാം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നുണ്ട്. രാവിലെ ഉണരണോ വേണ്ടേ ഇപ്പോ, അല്ലേ? അത് മുതൽ നമ്മുടെ തീരുമാനങ്ങൾ നടക്കുക. അപ്പൊ തീരുമാനമെടുക്കുക എന്നുള്ള ആ കർമ്മം ചെയ്യുന്നത് നമ്മുടെ ബുദ്ധി. പിന്നുണ്ട് മനസ്സിലാക്കുക. നമ്മൾ വിചാരിക്കും മനസ്സാണ് മനസ്സിലാക്കുന്നതെന്ന്. അല്ല, മനസ്സിനെ ചിന്തിക്കാൻ ഒരൊറ്റ ജോലിയേ ഉള്ളൂ. അപ്പൊ മനസ്സ് എന്തിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത്? മനസ്സ് ചിന്തിക്കുന്നത് അതിന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ കുറിച്ചിട്ട്. മനസ്സിന് ആരാ ഇൻഫർമേഷൻ കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇപ്പൊ മനസ്സിനെ വേണമെങ്കിൽ നമുക്കൊരു മിക്സി ആയിട്ട് കണക്കാക്കാം. മിക്സിയില് നമ്മൾ എന്തിടുന്നു? ജാറിൽ, ഏത് ജാറ്? പൊടിക്കാനുള്ള ജാറിലാണ് ഇടുന്നെങ്കിൽ അത് പൊടിച്ചു തരും. അരയ്ക്കാനുള്ളതാണെങ്കിൽ അരച്ചു തരും. ജ്യൂസ് ഉണ്ടാക്കാനുള്ളതാണെങ്കിൽ അത് ജ്യൂസാക്കി തരും. അപ്പൊ മിക്സിയുടെ ജോലി അതിന്റെ ജാറിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമ്മുടെ മനസ്സൊരു മിക്സി പോലെ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് റിസീവറുകളാണ്. കണ്ണ് കാഴ്ചയുടെ ഇൻഫർമേഷൻസ് എല്ലാം കൊണ്ടുവന്ന് മനസ്സിൽ കൊടുക്കും. കാത് കേൾക്കുന്ന ശബ്ദങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കൊടുക്കും. മൂക്ക് ഗന്ധങ്ങളുടെ എല്ലാ ഇൻഫർമേഷൻ കൊടുക്കുന്നു. നാവ് രുചികളുടെ എല്ലാ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ത്വക്ക് സ്പർശത്തിന്റെ എല്ലാം ഇൻഫർമേഷൻ കൊണ്ടുവന്ന് കൊടുക്കും. ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത് മനസ്സിലേക്കായിരുന്നു. മനസ്സപ്പം എന്ത് ചെയ്യും? ഇടതടവില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു നിമിഷത്തെ റെസ്റ്റ് ഇല്ലാതെ മനസ്സ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. എപ്പോൾ ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ചു ആ സെക്കൻഡിൽ മനസ്സ് സ്റ്റാർട്ട് ചെയ്തതാ തൻ്റെ പരിപാടി. ഇനി എപ്പോ ഈ ശരീരം വിടുന്നു ആ സെക്കൻഡ് വരെ ഒരു നിമിഷം റെസ്റ്റ് ഇല്ലാതെ മനസ്സ് പ്രവർത്തിക്കാം. നമ്മളിപ്പോ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലേലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുന്നു, ഇതെല്ലാം മനസ്സിലേക്ക് പോകുന്നു. മനസ്സ് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. വ്യക്തബോധത്തിൽ നമ്മളൊന്നും അറിയുന്നുണ്ടാവില്ല. നമ്മൾ